എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കോട്ടയത്തുള്ള MMS സിസ്റ്റേഴ്സിന്റെ പ്രൊവിഷണൽ ഹൗസിലാണ്. MMS സിസ്റ്റേഴ്സിനെ പറ്റി കൂടുതൽ അറിയുവാനും അതുപോലെ തന്നെ അവരുടെ ശതാബ്ദി വർഷത്തില് അവരുടെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം അറിയുവാനായിട്ട് നമ്മൾ ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് സിസ്റ്റർ ലില്ലി ജോസഫിനെയാണ്. നമുക്ക് നേരെ ഇന്റർവ്യൂയിലേക്ക് കിടക്കാം. ഞാൻ ശാന്ത, ഞങ്ങൾ IHM ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണ്. ഞാൻ സിസ്റ്റർ ലില്ലി ജോസഫ്, മെഡിക്കൽ മിഷൻ സിസ്റ്റർ ആണ്. HM ഹോസ്പിറ്റലിൽ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ ആണല്ലോ. അതുകൊണ്ട് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിനെ കുറിച്ച് നിങ്ങൾ കുറെയൊക്കെ കേട്ടിട്ട് കാണും. ഞാൻ ഇപ്പം പ്രൊവിൻഷ്യലാണ്, 2 വർഷമായി. കോൺവെന്റിൽ ചേർന്നിട്ട് സിസ്റ്റർ ആയിട്ട് 40 വർഷമായി. ഇതെന്റെ 40ാമത്തെ വർഷമാണ്. പ്രൊവിൻഷ്യലായിട്ട് 2 വർഷമായി. അതിന് മുൻപ് അസിസ്റ്റന്റ് പ്രൊവിൻഷ്യലായിട്ട് 6 വർഷം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ സഭ അറിയപ്പെട്ടിരുന്നത് സൊസൈറ്റി ഓഫ് കാത്തലിക് മെഡിക്കൽ മിഷനറീസ് എന്നാണ്. അതിന്റെ ചുരുക്കപ്പേരാണ്, അല്ലെങ്കിൽ ചെറിയ പേരാണ് മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ്. ഇതൊക്കെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് എന്നറിയപ്പെടുന്നു. അപ്പൊ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് നടത്തുന്നതാണല്ലോ IHM ഹോസ്പിറ്റൽ ഭരണങ്ങാനം മേരിഗിരി. സഭ തുടങ്ങിയത് സഭയുടെ സ്ഥാപക മദർ അന്ന ഡെങ്കൽ. നിങ്ങളിപ്പോ പല പ്രാവശ്യം കേട്ട് കാണും. ഇതിപ്പോ ഞങ്ങളുടെ സെന്റിനറി വർഷമാണല്ലോ. അപ്പൊ ഈ 100ാം വർഷം പ്രത്യേകമായ നന്ദി അർപ്പണത്തിന്റെ ഒരു വർഷമായിട്ടാണ് എടുത്തിരിക്കുന്നത്. സഭ സ്ഥാപക മദർ അന്ന ഡെങ്കൽ സഭ സ്ഥാപിച്ചത് വാഷിങ്ടൺ DC പക്ഷെ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഈ മദർ ഡെങ്കൽ ഓസ്ട്രിയക്കാരിയാണ്, ഓസ്ട്രിയ, ജർമ്മനിയുടെ. അപ്പൊ അന്ന് മെഡിക്കൽ രംഗമാണ്, അല്ലെങ്കിൽ മെഡിക്കൽ ഹെൽപ്പാണ് ഏറ്റവും അത്യാവശ്യമായിരുന്ന ഒരു ഫീൽഡ്. ഹോസ്പിറ്റലുകളില്ല, രോഗി ശുശ്രൂഷയ്ക്ക് ആവശ്യത്തിന് ആളുകളില്ല. അങ്ങനെയുള്ളപ്പം ഈ മദർ ഡെങ്കല് ഡോക്ടറായി പിന്നെ അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പാകിസ്ഥാനിൽ വന്ന് റാവൽപിണ്ടിയിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. അപ്പോൾ അവിടെ കൂടുതൽ പേരെ ആവശ്യമുണ്ട്. ജസ്റ്റ് ഒരു സന്യാസ സമൂഹത്തിന് മാത്രമേ ഈ ഒരു സേവനം പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മദർ ഡെങ്കല് ഇതേക്കുറിച്ചുള്ള പ്രചരണം തുടങ്ങി. അങ്ങനെയാണ് അമേരിക്കയിലെ വാഷിങ്ടൺ DC ഈ സഭ ആരംഭിക്കുന്നത്. 4 പേര് ചേർന്ന്, 2 ഡോക്ടേഴ്സും 2 നഴ്സസും ചേർന്ന് ആരംഭിച്ചതാണ് ഈ സമൂഹം. പിന്നെ അത് 1925 സെപ്റ്റംബർ 30 സഭയുടെ തുടക്കം അന്നാണ്. പറയാനിടയായല്ലോ, ഇത് അമേരിക്കയിലാണ് ആദ്യം ഇതിന്റെ തുടക്കമാണ്. ഇത് കേരളത്തിലേക്ക് ഏത് വർഷമാണ് തുടങ്ങിയത്? കേരളത്തിൽ വന്നത് 1940 ആരംഭത്തില് ഇവിടുന്ന് പഠിക്കാനായിട്ട് 4 പേര് പോയി. അതായത് അന്ന് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലങ്ങളിലും എന്ന പോലെ ഇവിടെയും മെഡിക്കൽ ഫീൽഡ് വളരെ അത്യാവശ്യമായ ഒരു സേവന മേഖലയായിരുന്നു. ഹോസ്പിറ്റലുകളില്ല, രോഗി ശുശ്രൂഷയ്ക്ക് ആവശ്യത്തിന് ആളുകളില്ല. ഈ മദർ ഡെങ്കൽ തുടങ്ങിയ സഭയെക്കുറിച്ച് ഇവിടെ ഈ നാട്ടിൽ നിന്ന് ഫാദർ സെബാസ്റ്റ്യൻ പിണക്കാട്ട് എന്ന വൈദികൻ, അദ്ദേഹം പാലാ രൂപതക്കാരനാണ്, പാലാക്കാരനാണ്, ചങ്ങനാശ്ശേരി രൂപതയുടെ ഭാഗമായിരുന്നു അന്ന്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു ആഗ്രഹം വന്നു. മദർ ഡെങ്കലിനെ കോണ്ടാക്ട് ചെയ്തു. മദർ ഡെങ്കലിനോട് ചോദിച്ചു സഭയുടെ ഒരു ബ്രാഞ്ച് ഇവിടെയും തുടങ്ങാമോ എന്നുള്ളത്. അങ്ങനെയാണ് നേഴ്സിംഗ് പഠനത്തിനായിട്ട് ഇവിടെ നിന്ന് 4 പേര് റാവൽപിണ്ടിയിൽ പോയി. ആദ്യത്തെ 4 പേര് അങ്ങനെ റാവൽപിണ്ടിയിൽ പോയി നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി അവരിവിടെ തിരികെ വന്നു. അങ്ങനെ പരിമലക്കുന്ന്, പാലായിൽ പരിമലക്കുന്ന് എന്ന സ്ഥലത്ത് വളരെ ലളിതമായ രീതിയിൽ ഒരു ആശുപത്രി തുടങ്ങി. ഒരു വീട് ആയിരുന്നു. അവിടെ ഇങ്ങനെ ആശുപത്രി സേവനം തുടങ്ങി. യാതൊരു സൗകര്യങ്ങളും ഇല്ലാന്ന് ഓർക്കണം. അന്ന് വൈദ്യുതി ഇല്ല, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് ഇങ്ങനെ ഹോസ്പിറ്റൽ തുടങ്ങി നന്നായിട്ട് നടന്നു വന്നു. അവിടെ നിന്നാണ് പിന്നെ ഈ സ്ഥലത്തേക്ക്, കോട്ടയത്തേക്ക് മാറി. പാലാ പരിമലക്കുന്നിൽ നിന്ന് കോട്ടയത്ത് ഈ ലൂർദ് ഇടവക, അല്ലെ കോട്ടയം പട്ടണത്തിന്റെ ഭാഗം, കളക്ടറേറ്റിന്റെ ഓപ്പോസിറ്റ് ഈ സ്ഥലത്തേക്ക് ഈ സഭ വന്നു. അപ്പൊ 1944 ഇവിടെ ആരംഭിച്ചു. ഈ 4 പേര്, ഇവിടെയും 4 പേരാണ് തുടങ്ങിയത്. സഭയുടെ ആരംഭം 4 പേരായിരുന്നു. കേരളത്തിലും 4 പേര്, അത് ചങ്ങനാശ്ശേരി രൂപതക്കാരായിരുന്നു 4 പേരും. അവര് പോയി പഠിച്ചു, ഇവിടെ വന്നു, ഈ സഭ ആരംഭിച്ചു. പിന്നെ സഭ അങ്ങ് വളർന്നു, പല നാട്ടിലേക്കും കൂടുതൽ പേര് ചേരാനിടയായി. അങ്ങനെ കൂടുതൽ ഹോസ്പിറ്റലുകൾ സ്ഥാപിച്ചു, വളർന്നു. ആദ്യത്തെ ആശുപത്രിയാണ് ഭരണങ്ങാനം മേരിഗിരി ആശുപത്രി. ആദ്യത്തെ 4 പേര് വെറോനിക്ക വടക്കുമുറി, സലോമി ചിറക്കടവിൽ, മാഗ്ദലിൻ നേര്യംപറമ്പിൽ, മേരി ജോൺ കുത്തിവളച്ചൽ. ഈ 4 പേരാണ് ആദ്യം തുടങ്ങിയത്.
കേരളത്തിലെ നമ്മുടെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ പ്രോവിൻസ് എവിടെയൊക്കെയാ ഉള്ളത്? അതുപോലെ തന്നെ കേരളത്തിന് വെളിയിലും ഉണ്ടല്ലോ, അതെവിടെയൊക്കെയാണുള്ളത്? ഇന്ത്യയിൽ ഞങ്ങൾക്ക് 3 പ്രോവിൻസുകളാണുള്ളത്. കേരളത്തില് സൗത്ത് ഇന്ത്യ പ്രോവിൻസ് ആണ് കേരളവും തമിഴ്നാട് മധ്യപ്രദേശിലെ ചില ഭാഗങ്ങൾ ഒക്കെ കൂടിയതാണ് സൗത്ത് ഇന്ത്യ പ്രോവിൻസ്. ഇന്ത്യയിൽ 3 പ്രോവിൻസുകളുണ്ട്. അതായത് സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ, നോർത്ത് ഈസ്റ്റ് ഇന്ത്യ, അങ്ങനെ 3 പ്രോവിൻസുകളാണ് ഇന്ത്യയിലുള്ളത്. ഇത് സൗത്ത് ഇന്ത്യ പ്രോവിൻസ്, സൗത്ത് ഇന്ത്യ അതിന്റെ പ്രൊവിൻഷ്യലാണ് ഞാൻ. കേരളത്തിൽ ഞങ്ങൾക്ക് 15 ഭവനങ്ങളുണ്ട്, 15 സ്ഥലത്ത്. അത് സീറോ മലബാർ രൂപതയിലുണ്ട്, ലത്തീൻ രൂപതകളിലും ഉണ്ട്. അങ്ങനെ 15 ഭവനങ്ങളിലായിട്ട് സേവനം തുടരുന്നു. അത് ഹോസ്പിറ്റലുകളല്ല എല്ലായിടത്തും. ആദ്യം ഹോസ്പിറ്റലുകളായിരുന്നു കൂടുതലും ആയിരുന്നത്. പിന്നീട് മിഷൻ ഹീലിംഗ് മിഷൻ തന്നെയാണ്, കാരിസം ഹീലിംഗ് മിഷനാണ്. അത് പിന്നെ ഹോസ്പിറ്റലുകളിൽ വിട്ടു. ആരോഗ്യ മേഖലയിൽ തന്നെയാണ് അത്. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സൗഖ്യം പകരുന്ന ഒരു ഹീലിംഗ് മിഷൻ അതാണ്. ഇപ്പം നമ്മൾ കൂടുതലും ഹോളിസ്റ്റിക് ഹീലിംഗിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റ് മെത്തേഡ്സ് ഓഫ് ഹീലിംഗ് പലതും ഉപയോഗിക്കുന്നുണ്ട്. ഡ്രഗ്ലെസ് തെറപ്പീസ്, ഹോസ്പിറ്റലിനോടൊപ്പം തന്നെ മരുന്നില്ലാത്ത ചികിത്സകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പിന്നെ പച്ചമരുന്നുകൾ ഉപയോഗിക്കുന്നു. ഓൾട്ടർനേറ്റ് മെത്തേഡ്സ് പറഞ്ഞാൽ അക്യുപങ്ചർ, അക്യുപ്രഷർ, റിഫ്ലക്സോളജി, അങ്ങനെയുള്ള ഹീലിംഗ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് ഈ ഹീലിംഗ് മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇന്ത്യയിലെ 3 പ്രൊവിൻസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം വടക്കേ ഇന്ത്യയിലും പിന്നെ നോർത്ത് ഈസ്റ്റ്, ആസാം, മേഘാലയ, നാഗാലാൻഡ് അവിടങ്ങളിലുണ്ട്. വടക്കേ ഇന്ത്യയിൽ പല സ്റ്റേറ്റില്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഡൽഹി, അവിടെയെല്ലാം തുടരുന്നു. കേരളം, തമിഴ്നാട്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, മഹാരാഷ്ട്ര, ഡൽഹി, ആസാം, മേഘാലയ, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിൽ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് സേവനം തുടരുന്നു. ഇന്ത്യക്ക് പുറമെ വേറെ രാജ്യങ്ങളിൽ നമ്മുടെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ? 5 ഭൂഖണ്ഡങ്ങളിലായിട്ട് 18 രാജ്യങ്ങളിലുണ്ട്. 5 ഭൂഖണ്ഡം എന്ന് പറയുമ്പം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്ക, ഇങ്ങനെ 5 ഭൂഖണ്ഡങ്ങളിലായിട്ട് 18 രാജ്യങ്ങളിൽ ഇന്നും പ്രവർത്തന നിരതരാണ്. കേരളത്തില് എവിടെയെല്ലാമാണ് നമ്മുടെ ഹോസ്പിറ്റലുകൾ പ്രവർത്തിക്കുന്നത്? ആദ്യത്തെ ഹോസ്പിറ്റല് IHM ഹോസ്പിറ്റൽ ഭരണങ്ങാനം. പിന്നെ ചെത്തിപ്പുഴ, ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റൽ, അത് നമ്മൾ തുടങ്ങിയതാണ്. അത് 1980 കൈമാറി, ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് കൈമാറി. പിന്നെ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റല്, അതും അന്ന് ചങ്ങനാശ്ശേരി രൂപതയുടെ ഭാഗമായിരുന്നു. ആ ഹോസ്പിറ്റലും കൈമാറി, കാഞ്ഞിരപ്പള്ളി രൂപതയ്ക്ക് കൈമാറി. പിന്നെ ലത്തീൻ രൂപതയിൽ തുരുത്തിപ്പുറത്ത് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, അതും അവിടെ കൈമാറി. അങ്ങനെ ഇപ്പൊ നിലനിൽക്കുന്ന ഹോസ്പിറ്റല് IHM ഹോസ്പിറ്റൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യയില് ഹോളി ഫാമിലി ഹോസ്പിറ്റൽ എന്നറിയപ്പെട്ടിരുന്നതെല്ലാം മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സ് നടത്തിയിരുന്നതാണ്. ബോംബെ, ഡൽഹി, പാറ്റ്ന, റാഞ്ചി എല്ലാം മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സിന്റെ ആയിരുന്നു. ഇതെല്ലാം കൈമാറി പാറ്റ്ന ഹോസ്പിറ്റല് ഇപ്പം 50-50 എന്ന രീതിയിൽ വേറൊരു കോൺഗ്രിഗേഷനുമായിട്ട് പങ്കുചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഡൽഹി ഹോളി ഫാമിലി ഹോസ്പിറ്റല് അവിടുത്തെ രൂപതയ്ക്ക് കൈമാറി. അതിപ്പോഴും നല്ല രീതിയിൽ കൈമാറിയ ഹോസ്പിറ്റലുകളെല്ലാം നല്ല രീതിയിൽ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റലുകൾ കൈമാറുമ്പോൾ അവിടെയുള്ള എല്ലാ വസ്തുക്കളും എല്ലാ ഉപകരണങ്ങളും ബാങ്ക് ബാലൻസ് ഉൾപ്പെടെ കൈമാറിയിട്ടാണ് പോകുന്നത്. പകരം ഒന്നും സ്വീകരിച്ചുകൊണ്ടല്ല, മൊത്തമായിട്ട് കൈമാറി തന്നെയാണ് ഞങ്ങൾ അവിടുന്ന് വിട്ടുപോയിട്ടുള്ളത്.